എമ്പുരാൻ സിനിമ കത്തി നിൽക്കുകയാണല്ലോ ഇപ്പോൾ. എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് നമ്മുടെ പഴയ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് ഇ.കെ. നായനാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു, ഭഗവാൻ എന്തിന് പാറാവ് എന്ന്. ചോദിക്കാൻ കാരണമുണ്ട്. അദ്ദേഹം ഭരിക്കുന്ന കാലത്താണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മോഷണം നടക്കുകയും ദൈവത്തെ എടുത്തുകൊണ്ട് പോവുകയൊക്കെ ചെയ്തത്. അന്ന് താരതമ്യേന വലിയ കുറ്റവാളിയൊന്നും അല്ലാതിരുന്ന സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ചെയ്തത്. അദ്ദേഹം ഒരു സ്ഥിരം കുറ്റവാളിയൊന്നുമല്ല. പക്ഷെ അദ്ദേഹമാണ് ഈ വിഗ്രഹത്തെ എടുത്തുകൊണ്ട് പോയതും വലിയ പൊല്ലാപ്പും ഒക്കെ കേരളത്തിൽ ഉണ്ടായതൊക്കെ നമുക്കറിയാം. പ്രതിപക്ഷം മാഞ്ഞുറഞ്ഞു തുള്ളി, ദൈവങ്ങൾക്കിവിടെ സംരക്ഷണമില്ല, ക്ഷേത്രങ്ങൾക്ക് സംരക്ഷണമില്ല, ഈശ്വരവിശ്വാസികൾക്ക് സംരക്ഷണമില്ല, കമ്മ്യൂണിസം വിശ്വാസികൾക്കെതിരാണെന്നൊക്കെ പുറഞ്ഞു തുള്ളിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്, ഭഗവാൻ എന്തിന് പാറാവ്. ഇക്കാലത്തും ആ ചോദ്യം ഇങ്ങനെ നിലനിൽക്കുകയാണ്, വളരെ പ്രസക്തിയോടെ, പ്രാധാന്യത്തോടെ. അത് എക്കാലവും നിലനിൽക്കും. ഭഗവാന്, ദൈവത്തിന് എന്തിനാണ് പോലീസിന്റെ പ്രൊട്ടക്ഷൻ? വാസ്തവത്തിൽ വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണിത്. ഈശ്വരൻ ആരാണ്, ദൈവം ആരാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ബോധ്യമില്ലാതെ, ക്രൈസ്റ്റ് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധ്യമില്ലാതെയാണ് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ മുമ്പിൽ നാം എടുത്തു ചാടുന്നത്. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്തെയും യേശുക്രിസ്തുവിനെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട ബാധ്യത വിശ്വാസികൾക്കാണോ? ദൈവത്തെ സംരക്ഷിക്കേണ്ട ചുമതല മനുഷ്യർക്കാണോ ദൈവം കൊടുത്തിരിക്കുന്നത്? പിന്നെ ദൈവമല്ലല്ലോ. ദൈവത്തെ സംരക്ഷിക്കേണ്ട ചുമതല ദൈവത്തിനാ, നമുക്കല്ല. നമ്മളെ സംരക്ഷിക്കേണ്ട ചുമതലയാണ് ദൈവത്തിനുള്ളത്, അല്ല ദൈവത്തെ സംരക്ഷിക്കേണ്ട ചുമതലയല്ല നമുക്കുള്ളത്. എമ്പുരാൻ വിഷയം ഇവിടെ അറിഞ്ഞു തുള്ളുകയാണ്. ചിലർ പറയുന്നു ക്രിസ്ത്യാനിറ്റിക്കെതിരെ അതിനകത്ത് പരാമർശമുണ്ട് എന്ന്. എൻ്റെ ചില സ്നേഹിതര് പറഞ്ഞു, ക്രിസ്ത്യാനിറ്റിക്ക് അതിനകത്ത് ഈ പറയുന്ന ദോഷങ്ങളൊന്നുമില്ല, കുഴപ്പങ്ങളൊന്നുമില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം, എൻ്റെ ഉത്തരവ് ഇതൊന്നുമല്ല. യേശുക്രിസ്തുവിനെയും അവന്റെ വിശ്വാസത്തെയും അവന്റെ ബൈബിളിനെയും സംരക്ഷിക്കേണ്ട ചുമതല ദൈവം നമ്മളെ ഏർപ്പെടുത്തിയിട്ടില്ല. യേശുക്രിസ്തുവിനെതിരെ ഉണ്ടായിട്ടുള്ളതുപോലെയുള്ള സാഹിത്യ സൃഷ്ടികൾ, ക്രിസ്തുവിനെതിരെ ഉണ്ടായിട്ടുള്ളതുപോലെയുള്ള നാടകങ്ങൾ, എഴുത്തുകൾ, പുസ്തകങ്ങൾ ലോകത്തിലെ ഒരു മത നേതാവിനും ഉണ്ടായിട്ടില്ല, ഒരു ദൈവത്തിനും ഉണ്ടായിട്ടില്ല. അത്രമാത്രം വികൃതമായ കൃതികളാണ് യേശുക്രിസ്തുവിനെതിരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത്രമാത്രം വികൃതമായ രചനകളാണ് ഈ രാജ്യത്ത് ജീവിച്ചിട്ടുള്ള പല പ്രശസ്തരായ നോബൽ സമ്മാനം നേടിയവർ വരെ എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവിനെതിരെ എത്ര നാടകങ്ങൾ, സിനിമകൾ, എത്ര ലഘുലേഖകൾ, പുസ്തകങ്ങൾ ഇറങ്ങി. ക്രിസ്തു വിശ്വാസത്തിന് വല്ലതും പറ്റിയോ? ഏതോ ഒരു പീറ സിനിമയിൽ കാശിന് വേണ്ടി ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ, അവർക്ക് പണം ഉണ്ടാക്കണം, അതിനു വേണ്ടി ചെയ്യുന്ന ഒരു കലാസാഹിത്യ സൃഷ്ടിയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെന്നോർത്ത് എന്തിനാപ്പ നമ്മൾ വിരളി പിടിക്കുന്നത്? നമ്മുടെ ക്രിസ്തു അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കല്ലല്ലോ. എത്രയോ ഭയങ്കരമായ പ്രശ്നങ്ങളെ അതിജീവിച്ചാണ് ക്രിസ്ത്യാനിറ്റി ഇവിടെ വരെ എത്തിയത്. ക്രിസ്തു ഇന്നും വിജയശ്രാളിതനായി നിൽക്കുന്നത്. ഞാൻ ചില കൃതികളെ വായിച്ചു കേൾപ്പിക്കാം. ഞങ്ങൾ പ്രസിദ്ധീകരിച്ച പബ്ലിക്കേഷൻ, ഞങ്ങൾ ക്രൈസ്തവ ചിന്ത പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ പരാമർശിച്ചിട്ടുള്ള ചില പുസ്തകങ്ങളുടെ പേരുകൾ ഞാൻ പറയാം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കൃതിയാണ്, പലരും മലയാളത്തിൽ അത് വായിച്ചിട്ടുള്ളതാണ്. ഡാൻ ബ്രൗൺ എഴുതിയ ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന പുസ്തകം അല്ലെ, എത്രമാത്രം കോളുകൾ ഉണ്ടാക്കി. ആ പുസ്തകത്തിന്റെ മലയാള പരിഭാഷ വന്നു എന്ന് തോന്നുന്നു. അത് കുറേയൊക്കെ ആളുകൾ വാങ്ങി വായിച്ചു. ആ പുസ്തകം വാങ്ങി വായിക്കാനുള്ള ഒരു ആവേശം പകർന്നു കൊടുക്കാൻ ആ കൃതിയെ വിമർശിച്ചവർ കൊണ്ട് സാധിച്ചു. മനസ്സിലായല്ലോ? ആ ബിസിനസ്മാന് ആ പുസ്തകം വിറ്റഴിക്കാനായിട്ട് സാധിച്ചു, നമ്മളെല്ലാവരും കൂടെ പോയി വഴക്കുണ്ടാക്കിയതുകൊണ്ട്. അതുപോലെ ജോൺ സരാമാഗോ എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് സാഹിത്യകാരൻ, അദ്ദേഹം നോബൽ സമ്മാന ജേതാവാണ്. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിക്കെതിരെ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ്, കസാന്ത് സാക്കീസിന്റെ നോവൽ, അതിനെ ബേസ് ചെയ്താണ് PJ ആന്റണി ക്രിസ്തുവിന്റെ അന്ത്യപ്രലോഭനം എന്ന നാടകം ഇറക്കിയത്. അതുപോലെ തന്നെ ഗോഡ് ഈസ് നോട്ട് ഗ്രേറ്റ്, ക്രിസ്റ്റഫർ ഹിച്ചിൻസൺ എഴുതിയ പുസ്തകം.
ദ ഏജ് ഓഫ് റീസൺ, തോമസ് പെയിൻ എഴുതിയ ഗ്രന്ഥം. ഇങ്ങനെ എത്രയോ ഗ്രന്ഥങ്ങൾ ക്രിസ്തു വിശ്വാസത്തിനെതിരെയും ക്രിസ്തുവിനെതിരെയും ക്രിസ്തു ജാരസന്തതിയാണ്, വ്യഭിചാരപുത്രനാണെന്ന് പറയുന്ന രീതിയിലുള്ള എത്രയോ വികലമായ മ്ലേച്ഛമായ കൃതികൾ നമ്മുടെ രാജ്യത്ത് അച്ചടിച്ചു വിട്ടു. ലോക രാജ്യങ്ങളിലെല്ലാമായി അത് എന്തുമാത്രം വിറ്റു പ്രചരിച്ചു. ക്രിസ്തുവിന് എന്താ പറ്റിയെന്നേ? ക്രിസ്തു ആരാ? ദൈവം ആരാ? യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു നിർവചനം പറയുവാൻ മനുഷ്യനാൽ അസാധ്യമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടികർത്താവാണ് ക്രൈസ്റ്റ്. ഈ കാറ്റിനെയും കടലിനെയും തീയെയും മഴയെയും ഈ ഗ്രഹങ്ങളെയും സർവ്വജനാചരങ്ങളെയും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, എഴുതിയാൽ നമുക്ക് ഏതറ്റം വരെ ക്രിസ്തുവിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? മനുഷ്യരാണ് നമ്മൾ, അവന്റെ സൃഷ്ടികളാണ് നമ്മൾ. നമുക്ക് അവനെ സംരക്ഷിക്കുന്നതിന് പരിധിയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ല, അവൻ നമ്മളെയാണ് അവനെ രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഈ മാതിരി ചെപ്പടി വിദ്യകൾ വിൽപ്പനയ്ക്ക് ചരക്കാക്കി മാറ്റി നോവലും സിനിമകളും ഒക്കെ ആക്കി മാറ്റുമ്പോൾ ദൈവത്തോർത്തെങ്കിലും മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത്. ഇപ്പോൾ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന കുറെ ആളുകളും കുറെ രാഷ്ട്രീയ നേതാക്കളും കൂടി ക്രിസ്ത്യാനിറ്റി അപമാനിക്കുന്നു, ക്രിസ്ത്യാനിയെ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സിനിമയ്ക്ക് ഡിമാൻഡ് കൂടി, കാണാൻ ആൾക്കാർ കൂടി. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചിരുന്നതിലധികം കളക്ഷൻസ് ആ സിനിമ കൊണ്ട് അവർക്കുണ്ടായി. അവർ രക്ഷപ്പെട്ട് കോടീശ്വരന്മാരായി. അല്ലെങ്കിൽ അവർ കോടീശ്വരന്മാരാണ്, കോടികൾ അവരതുകൊണ്ടുണ്ടാക്കുന്നു. അപ്പൊ വാസ്തവത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, രചനകൾ, സിനിമകൾ, നാടകങ്ങൾ അനവധിയാണ്. ഇതുകൊണ്ടൊന്നും ക്രിസ്ത്യാനിറ്റി ക്രിസ്തുവിന് ഒരു ദോഷം വന്നിട്ടില്ല. അതുപോലെ നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു നാടകം ആൻഡ്രൂ ലോയിഡ് എന്ന് പറയുന്ന ഒരാൾ വേറൊരാൾ രണ്ടുപേര് ചേർന്ന് എഴുതിയായിട്ട് നമ്മൾ രേഖകളിൽ കാണുന്നുണ്ട്. കോർപ്പസ് ക്രിസ്റ്റി, ടെറൻസ് മാക് നാരിക്ക് എഴുതിയ മറ്റൊരു നാടകം. ഇതെല്ലാം ക്രിസ്ത്യാനിറ്റിക്കെതിരെ വന്ന, ആ ക്രിസ്തുവിനെതിരെ വന്ന മ്ലേച്ഛമായ കൃതികളാണ്. ദ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ്, മാർട്ടിൻ സ്കോർസീസ്, അത് സിനിമയാണ്. 1988 ഇറങ്ങിയ സിനിമയാണത്. അപ്പൊ ഇങ്ങനെയുള്ള നിരവധി കൃതികൾ ഉണ്ടായിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് ഒരു അപജയവും വന്നിട്ടില്ല, ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ദോഷവും വന്നിട്ടില്ല. ക്രിസ്തു ഇന്നും വിജയശ്രീലാളിതനായി പരിലസിക്കുകയാണ്. യേശു ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് ആത്മരക്ഷയുണ്ട്, ഭാവമോചനമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. സകല മ്ലേച്ഛതകളിൽ നിന്നും മാറി മാനം മര്യാദയ്ക്ക് രാഷ്ട്രത്തിന് സമൂഹത്തിന് തലവേദന ഉണ്ടാക്കാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു മാർഗദർശകമായി ക്രിസ്ത്യാനിറ്റി, ക്രിസ്തുവിന്റെ വചനങ്ങൾ ക്രിസ്തു നിലനിൽക്കുകയാണ്. ഇതിനിടയിലൂടെ വരുന്ന ഇപ്പാടി ചാണക കൃതികൾക്കെതിരെ, ചാണക സിനിമകൾക്കെതിരെ എന്തിനാണ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലത്. നമുക്ക് ഏതറ്റം വരെ, എവിടെ വരെ ക്രിസ്തുവിനെ നമുക്ക് രക്ഷിക്കാൻ കഴിയും? രാഷ്ട്രീയക്കാർക്ക് അവർക്ക് വേറെ ലക്ഷ്യമുണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എത്രയോ ലക്ഷങ്ങൾ രക്തസാക്ഷികളായി ഈ മണ്ണിൽ ക്രിസ്തുവിന് വേണ്ടി. നമ്മൾ ബൈബിളിലെ എബ്രായ ലേഖനം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടല്ലോ. ലോകത്തിൽ ഇത്രമാത്രം ദാരുണമായി മരണം ഏറ്റുവാങ്ങിയ ഒരു സംഭവം ക്രിസ്ത്യാനിറ്റിയെ പോലെ ഭൂമിയുടെ ചരിത്രത്തിൽ ഇല്ല. ലോകത്തിൽ ഏറ്റവും അധികം പീഡകൾ ഏറ്റുവാങ്ങി വളർന്നു വന്ന രണ്ട് സമൂഹമാണ് യഹൂദ മതവും ക്രിസ്തീയ മതവും. ഇത് രണ്ടും ഇന്നും അജീയ ശക്തിയെ നിലകൊള്ളുകയാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു നിർവചനം പറയാൻ നമ്മളാൽ അസാധ്യമാണ്. ഒരു നിർവചനം, യേശുവിനെ കുറിച്ച് ഒരു ഒറ്റ വാക്ക്, ഒരു നിർവചനം നമുക്ക് വീക്ഷിക്കാൻ പറ്റുമോ? യേശുവിനെ നമുക്ക് കല്ലിലോ മണ്ണിലോ കൊത്തിവെക്കാൻ പറ്റുമോ? ലോകങ്ങളിൽ തീർത്തു വെക്കാൻ പറ്റുമോ? കടയിൽ വിൽപ്പനച്ചരക്കാക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണോ യേശു? പ്രപഞ്ചത്തിന് അതീതനായി മുഴു ശക്തിയായി സർവ്വലോകത്തെയും നിയന്ത്രിക്കുന്ന, വരാൻ പോകുന്ന ഒരു ലോകത്തെ കാക്ഷിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനവിഭാഗത്തിന് വേണ്ടി പ്രത്യക്ഷനാകാൻ പോകുന്ന ആളാണ് ക്രൈസ്റ്റ്. ആ ക്രൈസ്റ്റിനെ രക്ഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ല. നമ്മൾ രക്ഷപ്പെടാനും പോകുന്നില്ല. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ കുറിപ്പ് അവസാനിപ്പിക്കാം. ക്രിസ്ത്യാനിറ്റിക്ക് ദോഷമായി നിന്നത് ഈ നാടക രചയിതാക്കളോ സിനിമാ നിർമ്മാതാക്കളോ ആയ നിരീശ്വരവാദികളോ ഭൗതികവാദികളായോ ഈ സാഹിത്യകാരന്മാരല്ല. നമുക്ക് എപ്പോഴും ക്രിസ്ത്യാനിറ്റിക്കെതിരായി നിൽക്കുന്ന നമ്മൾ തന്നെയാണ്. ചരിത്രം പഠിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. കുരിശുയുദ്ധങ്ങൾ എത്ര ആയിരങ്ങളെ കൊന്നു. മുസ്ലിംസും ക്രിസ്ത്യാനിയായിട്ട് യുദ്ധം ചെയ്ത് പരസ്പരം എത്ര ആയിരങ്ങളെ കൊന്നു. അവിടെ ക്രിസ്തുവിനെ രക്ഷിക്കാനും ക്രിസ്തുവിന്റെ ആശയങ്ങളെ സംരക്ഷിക്കാൻ ആരും ചെന്നില്ലല്ലോ.
എത്രയോ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ പരസ്പരം വെട്ടിയും കുത്തിയും ചത്തു. കുരിശുയുദ്ധങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ബൈബിളിന്റെ പേരിൽ എത്ര സഭകൾ, പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ പോലും പ്രശ്നങ്ങളാണ്. പ്രമുഖ 2 സഭകൾ ചേരി തിരിഞ്ഞുള്ള പോരാട്ടങ്ങൾ ഇന്നും നടക്കുകയാണ്. അച്ഛന്മാരെ മുളന്തുരുത്തിപ്പാലത്തിന്റെ മുകളിൽ നിന്ന് ലാത്തി കൊണ്ട് പോലീസ് കുത്തിയെടുത്ത് ആറ്റിനകത്തേക്ക് ഇട്ട് നമ്മൾ ടെലിവിഷൻ വഴി കണ്ടതാണ്. സഭകൾക്കകത്ത് സമാധാനമില്ല. പോരും പടയും പടാപകരണവും പെണ്ണുപിടി കേസുകളും വ്യഭിചാര കേസുകളുമായി നിറഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ സമൂഹം നമുക്ക് തന്നെ ഭാര്യയായി മാറുകയാണ്. അതുകൊണ്ട് ശുദ്ധീകരിക്കേണ്ടത് ആദ്യം നമ്മളെ തന്നെയാണ്. നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സഭയെ, നമ്മുടെ ഗ്രൂപ്പിനെ ശുദ്ധീകരിക്കാനുള്ള ബാധ്യതയാണ് ആദ്യം നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് മതി ഒരു സിനിമയുടെ പുറകിൽ പോയി കിട്ടി ബഹളം വെക്കുന്നതിന്റെ ആവശ്യം. അത് കഴിഞ്ഞ് മതി. ഒരു സിനിമ ഇറക്കിയെന്നും ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് ഇനി 2 വാക്കാനത്ത് പറഞ്ഞെന്നോർത്തോ ക്രിസ്തുവിനെ അവഹേളിച്ചെന്നോർത്തോ എന്ത് സംഭവിക്കാനാണ്? അമ്പുരാൻ മുഴുവൻ ക്രിസ്തു വിരോധമല്ലല്ലോ. കസാന്ത സാക്കീസിന്റെ കൃതി പോലെ മുഴുവൻ ക്രിസ്തുവിനെതിരെയുള്ളതൊന്നും അല്ലല്ലോ. അത് ഒരു ഭാഗം വല്ലതും ഉണ്ടായിരിക്കാം, ഇല്ലെന്നാണ് ബഹുഭൂരിപക്ഷ ആളുകളും പറയുന്നത്. ഒരിക്കലും നയനാർ പറഞ്ഞതുപോലെ ഭഗവാൻ എന്തിന് പാറാവ്? ഭഗവാനെ സംരക്ഷിക്കാൻ പാറാവ് നിൽക്കേണ്ട ഉത്തരവാദിത്വം ക്രിസ്ത്യാനികൾക്കില്ല, ലോകത്തിലെ ഒരു മനുഷ്യർക്കുമില്ല. ഒരു ദൈവത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത അതിന്റെ വിശ്വാസികൾക്കും അണികൾക്കുമില്ല. അത് ദൈവം നോക്കിക്കോളും. അതിനുവേണ്ടി നമ്മൾ പണിപ്പെട്ടിറങ്ങുകയും വഴക്കുണ്ടാക്കുകയും ബഹളം വെക്കുകയും ചെയ്യേണ്ട കാര്യമില്ല. പ്രമേയം പാസ്സാക്കേണ്ട കാര്യമില്ല. പത്രക്കുറിപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. ജാഥ അയക്കേണ്ട കാര്യമില്ല. കേസ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരു വിശ്വാസത്തിൽ വന്ന ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. ബൈബിൾ വിരോധികളായവർ, ഈ നിരീശ്വരവാദികളായ പല ആളുകളും അവർ വീടുകൾ ബൈബിൾ സൊസൈറ്റികളായി മാറ്റുകയും ബൈബിൾ പ്രിന്റ് ചെയ്യുന്ന ശാലകളാക്കി മാറ്റുകയും ചെയ്ത ചരിത്രം നമ്മുടെ നിലനിൽക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിനെതിരെ, ക്രിസ്തുവിനെതിരെ ഒരു സിനിമ ഇറക്കിയെന്നും പറഞ്ഞ് ഏതാനും വാക്കുകൾ പറഞ്ഞുവെന്നും പറഞ്ഞ് രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ഇറക്കി തിരിച്ചിരിക്കുന്നവരുടെ കൂടെ കൂട്ടുകൂടുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കർത്താവിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കില്ല. അങ്ങനെ സംരക്ഷിക്കുന്നവരുണ്ടാകും. വഴിയിൽ ക്രിസ്തുവിനെ പണിത് നിർത്തിയിട്ട് അതിന് മുകളിൽ കാന്തം വെച്ചിട്ടുണ്ട്. ഇടിവെറ്റേറ്റ് ക്രിസ്തുവിന്റെ തള വളർന്നു പോകാതിരിക്കാൻ. ആ പണിയൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ക്രിസ്തു അജേയ ശക്തിയായിട്ട് നിലകൊള്ളുന്നു. ലോകരാജ്യത്തിന്റെ രക്ഷകനായി നിലകൊള്ളുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആത്മരക്ഷകൻ പ്രദാനം ചെയ്യുന്നു. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം എന്ന മഹത്വകരമായ ഒരു ഭാവി പ്രത്യാശ അവർ ഒരുക്കിയിട്ട് അത് വിശ്വസിക്കുന്നവർക്ക് അവിശ്വസിക്കുന്നവർക്കാകണ്ട. അത് ഇന്ന് നിലനിൽക്കുകയാണ്. അവിടെ ക്രിസ്ത്യാനിറ്റിയെ തോൽക്കാനോ ക്രിസ്തുവിനെ തോൽപ്പിക്കാനോ നമ്മുടെ എഴുത്ത് കൊണ്ടോ നമ്മുടെ സാഹിത്യ സൃഷ്ടി കൊണ്ടോ ഒരു സിനിമ കൊണ്ടോ സാധ്യമല്ല എന്ന് പ്രിയ സുഹൃത്തുക്കളെ മറിഞ്ഞിരിക്കണം. യേശുക്രിസ്തുവിന്റെ പാത പിൻപറ്റി മാനം മര്യാദയായി വിശുദ്ധരായി ജീവിക്കാനുള്ള ഒരു പ്രക്രിയയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. ലോകത്തിൽ ഏറ്റവും അധികം മ്ലേച്ഛമായ കൃതികൾ ഇറങ്ങിയ ക്രിസ്തുവിനെതിരെയാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ പുറകെ നമ്മൾ പോകരുത്, ഒന്നും ചെയ്യരുത്. ഭഗവാൻ എന്തിന് പാറാവ്? ഭഗവാനെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ദൈവം തന്നെ നോക്കിക്കൊള്ളും. നമ്മളെയും ദൈവം നോക്കിക്കൊള്ളും. ദൈവത്തെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കില്ല എന്നീ സമയം സ്നേഹപൂർവ്വം നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയാണ്.